Hi dears, I hope you all are fine and happy, and I believe you are enjoying your lessons. And I want to tell you one thing that make this moment a moment. Make this moment. I mean the moment you are learning. So make those moments a moment of enjoyment, not just a moment. It's moments of enjoyment. Then you will never feel boring. Okay, that's what I want to tell you. It's not an advice from my side. It's just my suggestions for to improve yourself. Okay. So in today's class, I am going to handle the continuation of the second chapter in remedial grammar. In the last session, we have already discussed the tenses, which are the tenses, different types of tenses, and the structure of tense, and I have given you a table which included the pattern of the structure of each tense and its examples also. ഓക്കെ സോ ആ ഒരു ടേബിൾ നിങ്ങളൊന്ന് ശരിക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ഓരോ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ആ സ്ട്രക്ചർ നോക്കി വെച്ചാൽ യു ക്യാൻ ഈസിലി റൈറ്റ് സെൻറ്റൻസസ് ഇൻ എനി ടെൻസ്, എനി ഓഫ് ദിസ് 12 ടെൻസ് യു ക്യാൻ ഈസിലി റൈറ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 4 ടെൻസ് ഫോംസ് ആണ് ഡിസ്കസ് ചെയ്തത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസസ് we discussed in the last class, and we also covered the activities given after each section. ഓരോ സെക്ഷന് ശേഷം ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷനും നമ്മൾ കവർ ചെയ്തു. രണ്ടിലെയും ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നും ഓരോ സെൻറ്റൻസിലും തന്നിരിക്കുന്ന വേർബ്, അപ്രോപ്രിയേറ്റ് വേർബ് ഫോംസ് യൂസ് ചെയ്യാനായിരുന്നു അത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തന്നെ കണ്ടിന്യൂഷനിലേക്ക് പോവുകയാണ്. ബാക്കി ടെൻസും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസിൻ്റെ മറ്റൊരു പേരാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ഒന്നുകൂടെ അതിൻ്റെ യൂസസ് ഒന്ന് പറഞ്ഞു പോവുകയാണ്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്. അത് 2.3 എന്ന നിങ്ങളുടെ പ്രിൻ്റഡ് നോട്ടിൽ കൊടുത്ത ഭാഗത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ. അതിൽ ഫസ്റ്റ് വൺ, the progressive form represent an activity as being in progress and progress at some point of time in the past. A progressive form means the continuous form. Past continuous form നമ്മൾ represent ചെയ്യുന്നത് an activity as being in progress at some point of time in the past. പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലത്ത് തുടർന്നു കൊണ്ടിരുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, പോയിൻ്റ് ഓഫ് ടൈം, സം പോയിൻ്റ് ഓഫ് ടൈം, കുറേ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രസീവ് ഫോം ഉപയോഗിക്കാറുണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം ഉപയോഗിക്കാറുണ്ട്. അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വെൻ വി അറൈവ്ഡ് ദേ വെയർ ഹാവിങ് ലഞ്ച്. വെയർ ഹാവിങ് എന്നുള്ളതാണ് അവിടെ പാസ്റ്റ് പ്രോഗ്രസീവ് ആണ് എന്ന് കാണിക്കുന്നതിനുള്ള വേർബ് ഫോം. വെൻ വി അറൈവ്ഡ്, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ദേ വെയർ ഹാവിങ് ലഞ്ച്, അവർ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റിൽ കഴിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അവർ പാസ്റ്റിൽ ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു പാസ്റ്റിൽ. അപ്പം അതുകൊണ്ടാണ് അവിടെ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് ഉപയോഗിച്ചത്. ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് the pattern of the structure of past progressive tense, that is subject, then two auxiliary verbs are used. One is was and other one is were, and was is used with singular nouns and were is with plural nouns. സോ വെൻ വി അറൈവ്ഡ്, അപ്പോൾ വി എന്നാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ദാറ്റ് ഈസ് പ്ലൂരൽ. വി, ഞങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലൂരലാണ്, ബഹുവചനമാണ്. സോ ദർ വി യൂസ്
ദ ഓക്സിലറി വേർബ് വെയർ. പിന്നെ കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഇൻ പാസ്റ്റ് ഓർ ഇൻ പ്രസൻറ്റ് ഓർ ഇൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണോ അവിടെ വെർബിൻ്റെ കൂടെ ING ഫോം തന്നെ ആയിരിക്കും. ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ. ഓക്കെ, ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി അടുത്ത യൂസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ സിമ്പിൾ ഫോം റെപ്രസെൻറ്റ് സംതിങ് ദാറ്റ് വാസ് റെക്കറൻറ്റ്, ഹാബിച്വൽ ഓർ ജനറൽ. അതായത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പാസ്റ്റിൽ ഹാബിച്വലായിട്ട് ശീലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഹാബിച്വൽ ആയിട്ടുള്ള ഒരു റെക്കറൻ്റ് ആയിട്ട് നമ്മൾ ഇടവിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടും പാസ്റ്റ് പ്രോഗ്രസീവ് ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് വി ഹാഡ് ലഞ്ച്. ഇറ്റ്സ് നോട്ട് പാസ്റ്റ്, അത് കാണിക്കാൻ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് അല്ല. ഹാബിച്വലായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ട് ഇടവിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരുന്നത്. വി ഹാഡ് ലഞ്ച് അറ്റ് 12:30 ഇൻ ദോസ് ഡേയ്സ്. വി ഹാഡ് ലഞ്ച്. ആ ദിവസങ്ങളിൽ അന്നൊക്കെ, അതായത് പണ്ട് കാലത്ത് പണ്ടത്തെ ദിവസങ്ങളിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചിരുന്നത് 12:30ക്കായിരുന്നു. അപ്പോൾ വി ഹാഡ് ലഞ്ച്. അപ്പോൾ അവിടെ ഹാഡ് എന്നുള്ളത്, ഹാഡ് എന്ന ഇത് ഓക്സിലറി വെർബല്ല ഇവിടെ ഹാഡ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈറ്റ്, കഴിക്കുക എന്നുള്ളതിന് ഈറ്റ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, ഹാവ് ഡിന്നർ, ഹാവ് ലഞ്ച് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഹാവ് കഴിക്കുന്നു, ഐ എം ഹാവിങ് മൈ ലഞ്ച്, ഓക്കെ അങ്ങനെ പറയുന്നു. അപ്പോൾ അവിടെ ഹാവിൻ്റെ കഴിക്കുകയായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വി ഹാഡ് എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ പാസ്റ്റിൽ റെക്കറൻ്റ് ആയിട്ട് ചെയ്തിരുന്ന ഒരു ആക്ഷനെ കാണിക്കാനും ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇൻ ദ മിഡിൽ ഏജസ് പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് ഫ്ലാറ്റ്. ഫ്ലാറ്റ്. ആ മിഡിൽ ഏജസിലെ ആളുകൾ വിശ്വസിച്ചിരുന്നത് എർത്ത് ഫ്ലാറ്റ് ആണ് എന്നായിരുന്നു. അപ്പോൾ പീപ്പിൾ ബിലീവ്ഡ്, അവിടെ ഉപയോഗിച്ചിരുന്ന വേർബാണ് ബിലീവ്ഡ് മാത്രമേ ഉള്ളൂ, അവിടെ ഓക്സിലറി വേർബ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സോ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ദെൻ അതുപോലെ വി ഹാഡ് ലഞ്ച് അറ്റ് 1 o'clock ടുഡേ. അത് ഇറ്റ് മേ റെപ്രസെൻ്റ് ആൻ ആക്ടിവിറ്റി ഓർ ഒക്യുറൻസ് ഓൺ വൺ പർട്ടിക്കുലർ ഒക്കേഷൻ ബട്ട് വ്യൂഡ് റെട്രോസ്പെക്റ്റീവ്ലി. അതായത് ഒരു കാലത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ, ഒരു സന്ദർഭത്തിൽ പണ്ട് പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, പക്ഷേ ഇന്നും അത് പ്രാബല്യത്തിൽ, ഇന്നും ഇന്നും പ്രാബല്യത്തിലുള്ള ഒരു കാര്യം പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. വി ഹാഡ് ലഞ്ച് അറ്റ് 1 o'clock ടുഡേ. ഞങ്ങൾ ഇന്നും ലഞ്ച് 1 o'clock കഴിച്ചത്. പണ്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ കഴിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്, ബൈ ചാൻസ് അതുപോലെ സംഭവിക്കാറുണ്ട് എന്ന് പറയുന്നത്. ട്രെയിൻ അറൈവ്ഡ് 10 minutes ലേറ്റ്. അത് ഇടയ്ക്ക് പണ്ടും ഇങ്ങനെ 10 minutes ലേറ്റ് ആവാറുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇന്നും 10 minutes ലേറ്റ് ആവുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വി യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ദെൻ അനദർ വൺ, it may represent an activity which, though progressive in nature, is viewed in its entirely after its completion. Example, she climbed the stairs very slowly. I slept for 3 hours. It may represent an activity. ഒരു ആക്ടിവിറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ്? ഇറ്റ്സ് ദ പ്രോഗ്രസീവ് ഇൻ നേച്ചർ. നമുക്ക് അത് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? ആ ആക്ഷൻ അവിടെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ് വ്യൂഡ് ഇൻ ഇറ്റ്സ് എൻറ്റയർലി ആഫ്റ്റർ ഇറ്റ്സ് കംപ്ലീഷൻ. അത് കംപ്ലീഷന് ശേഷവും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ആക്ഷൻ. ഷീ ക്ലൈംബ്ഡ് ദ സ്റ്റെയർസ് വെരി സ്ലോലി. ക്ലൈംബ്ഡ് കയറി, അത് ഓൾറെഡി കയറി കഴിഞ്ഞു. അപ്പം അവൾ വളരെ സ്ലോ ആയിട്ടാണ് കയറിയത്, സ്റ്റെപ്പ് കയറിയത്, സ്റ്റെയേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആക്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഐ സ്ലെപ്റ്റ് ഫോർ 3 hours. ഞാൻ ഏകദേശം 3 മണിക്കൂർ ഞാൻ ഉറങ്ങി. ഓക്കെ, അങ്ങനെയുള്ള കേസുകളിൽ ഉപയോഗിക്കാറുണ്ട്. ചില കേസ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണോ അല്ലെങ്കിൽ
പ്രോഗ്രസീവ് പാസ്റ്റ് ആണോ എന്നുള്ളത് കൺഫ്യൂഷനായി പോകും. അതിൻ്റെ മീനിങ് കാണുമ്പോൾ ഇറ്റ് മേക്സ് എ ലിറ്റിൽ ഡിഫറൻസ്. ഒരു ഡിഫറൻസും തോന്നില്ല. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും പാസ്റ്റ് പ്രോഗ്രസീവ് സെൻറ്റൻസ് പാസ്റ്റ് പ്രോഗ്രസീവായിട്ടും വേർബ് യൂസ് ചെയ്താലും ചില സെൻറ്റൻസിൽ നമുക്കതിൻ്റെ മീനിങ്ങിൽ ഒരു മാറ്റവും തോന്നാറില്ല. അങ്ങനത്തെ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഇൻട്രൂഡർ വാസ് കോട്ട് ആസ് ഹി ലെഫ്റ്റ് ദ പ്രിമൈസസ്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ വാസ് ലീവിങ് ഉപയോഗിക്കാം. ഇൻട്രൂഡർ വാസ് കോട്ട് ആസ് ഹി ലെഫ്റ്റ് ദ പ്രിമൈസസ്. ആ പ്രിമൈസസ്, ആ ചുറ്റുപാട് വിട്ടു പോകുന്ന ആ മൊമെൻറ്റിൽ ഇൻട്രൂഡറിനെ പിടിച്ചു എന്നുള്ളതാണ് ആ മൊമെൻറ്റ്. എ ഷോട്ട് വാസ് ഫയർഡ് അറ്റ് ദ ട്രെയിൻ ആസ് ഇറ്റ് എൻറ്റേർഡ്. അവിടെ വാസ് എൻട്രിങ്ങും യൂസ് ചെയ്യും. അപ്പം മീനിങ്ങിൽ വാസ് എൻട്രിങ് ഉപയോഗിച്ചാലും അവിടെ സിമ്പിൾ പാസ്റ്റ് അവിടെ ഉപയോഗിച്ചാലും പാസ്റ്റ് പ്രോഗ്രസീവ് ഉപയോഗിച്ചാലും ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദ മീനിങ്. ചെറിയൊരു ഡിഫറൻസ് പോലും നമുക്ക് മീനിങ്ങിൽ തോന്നാറില്ല ഏത് ഉപയോഗിച്ചാലും. അങ്ങനെയുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഒക്കെയാണ് സിമ്പിൾ ആൻഡ് പ്രോഗ്രസീവ് ഫോം ഓഫ് പാസ്റ്റ് ടെൻസിൻ്റെ യൂസസ്, സിറ്റുവേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിനെ നിങ്ങളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സസൈസ്. അത് ബേസ് ചെയ്തിട്ടുള്ള fill in the blanks in the following sentences with either the simple or the progressive form of the past tense of the verb given at the end of each, whichever you think is appropriate. Okay, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ എൻഡിൽ നമുക്ക് വേർബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്രോപ്രിയേറ്റ് വേർബ് സിമ്പിൾ പാസ്റ്റിലോ അല്ലെങ്കിൽ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസിലോ ഉപയോഗിക്കാനാണ്. ഹി ഡാഷ് ദ റൂം ആൻഡ് ഡൗൺ ഇൻ ദ ചെയർ. വിതിൻ ബ്രാക്കറ്റ് we have been given cross sit. 2 verbs are given and we have 2 blanks are here. So he crossed the room and dash in the chair. He crossed the room ക്രോസ് ചെയ്തു കഴിഞ്ഞു ആൻഡ് സാറ്റ് ഇൻ ദ ചെയർ. ഇതാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ, when we set out early this morning the sun when we set out early this morning the sun was shining എന്ന് പറയും, അല്ലെങ്കിൽ the sun shone. ഷൈൻ്റെ പാസ്റ്റ് ആണ് ഷോൺ. ഓൾറെഡി പറഞ്ഞു സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ വേർബ് ടു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ഡിഡ് ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. Then third one, as he dashed the road, a bus dashed him down as he was crossing the road. Okay, അവന് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് as he was crossing the road, ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് as he was crossing the road, a bus നോക്കാണ് കൊടുത്തിരിക്കുന്നത്. ബസ് നോക്ക്ഡ് ഹിം ഡൗൺ. നോക്ക് സെക്കൻഡ് ഫോമാണ്. നോക്കിൻ്റെ വെർബ് ടു ആണ് നോക്ക്ഡ്. ദെൻ ഫോർത്ത് വൺ, ദ പാസഞ്ചർ ഇൻ ദ നെക്സ്റ്റ് സീറ്റ് ടു മീ ഡാഷ് എ ന്യൂസ് പേപ്പർ. എൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്ന പാസഞ്ചർ ഒരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റീഡ് എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന വേർബ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് വാസ് റീഡിങ്. ഫോർത്ത് വൺ, റീഡിങ്, അത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, വാസ് റീഡിങ്. ദെൻ he dashed his leg as he was alighting from a bus. He dash and dash. So 2 verbs are given. One is sleep and one is injured. He slipped and injured his leg as he was alighting from a
ബസ്. ഓക്കെ, ലൈറ്റിംഗ് ഫ്രം എ ബസ്. സോ സ്ലിപ്പിൻ്റെ പാസ്റ്റ് ഫോമാണ് ഇത് സ്ലിപ്പിഡ്. ദെൻ ഇഞ്ചുവേർഡ് പാസ്റ്റ് ഫോമാണ് ഇഞ്ചുവർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഇഞ്ചുവേർഡ്. ഓക്കെ, സ്ലിപ്ഡ് ആൻഡ് ഇഞ്ചുവേർഡ്. കീപ്പ് ഇൻ മൈൻഡ് ദ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്. നിങ്ങളൊരു വേർബ് കിട്ടുമ്പോൾ, വേർബ് 1 കിട്ടുമ്പോൾ എപ്പോഴും അതിൻ്റെ വേർബ് 2, വേർബ് 3 കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് വേർബ് ഫോംസ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ക്രോസ് പറഞ്ഞു, ക്രോസ്ഡ്, വേർബ് 2 ക്രോസ്ഡ്, വേർബ് 3 ക്രോസ്ഡ്. ദെൻ സിറ്റ്, വേർബ് 1 സിറ്റ്, വേർബ് 2 സാറ്റ്, ദെൻ സിറ്റ് സാറ്റ് സിറ്റ്. ദെൻ നോക്ക് നോക്ക്ഡ്, ദെൻ സ്ലിപ്ഡ്, ഇഞ്ചുവേർഡ്. ഇങ്ങനെ ഓരോ വേർബിൻ്റെയും V2ഉം V3യും കണ്ടുപിടിച്ച് അതൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും യൂസ്ഫുള്ളാണ്. നമുക്ക് ഗ്രാമർ പോർഷന് നിർബന്ധമായിട്ടും നമുക്ക് അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റൻസ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല, അത് തെറ്റിപ്പോവും. ഒരിക്കലും നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ കൊണ്ടുപോയിട്ട് വെർബ് 3 ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, പെർഫെക്റ്റ് ടെൻസിൽ കൊണ്ടുപോയിട്ട് വേർബ് 2 ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ചില വേർബിൻ്റെ വേർബ് 2ഉം വേർബ് 3യും ഒരുപോലെ വരുന്നുണ്ട്, ചിലതിൻ്റെത് ഡിഫറെൻ്റ് ആയിട്ടും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് sixth one. My grandfather was 75 years old when he was dying. ഡൈ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 75, when he die എന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ പറയാം. when he died or when he was dying, രണ്ടും യൂസ് ചെയ്യും. Then when the doctor arrived here, he realized that the patient was died. Then the sound of their conversation dashed the baby. അവരുടെ കോൺവെർസേഷൻ ആ കുട്ടിയെ ഉണർത്തി. നമുക്കിവിടെ വെയ്ക്കൺ ആണ് തന്നിട്ടുള്ളത്. വെയ്ക്കൺ എന്ന് പറയുന്നത് ഇറ്റ്സ് വേർബ് 3 ആണ്. ഓക്കെ, വെയ്ക്ക്, വോക്ക്, വെയ്ക്കൺ. വെയ്ക്ക് വേർബ് 1, then വെയ്ക്ക്, വോക്ക് വേർബ് 3 വെയ്ക്കൺ. നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ ഒരിക്കലും നമ്മൾ വേർബ് 3 യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്നത് അവരുടെ കോൺവെർസേഷൻ കേട്ട സമയത്ത് കുട്ടി ഉണർന്നു. The sound of their conversation woke the baby. woke up വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. woke up the baby or woke the baby. ഉണർത്തി എന്നുള്ളത്. ഓക്കെ, ഇവിടെ വീക്ക്, വോക്ക്, വെയ്ക്കുന്നുണ്ട്. വേർബ് 1ഉം വേർബ് 2ഉം വേർബ് 3യും ഡിഫറെൻ്റ് ആണ്. 3 ഫോമാണ് വരുന്നത്. Then we were told that the manager could not see us at the moment as he dashed some letters to his secretary. Okay, so അവിടെ തന്നിരിക്കുന്നത് ഡിക്റ്റേറ്റ് എന്നുള്ള വേർഡാണ്. അപ്പോൾ വി വെർ ടോൾഡ് ദാറ്റ് ദ മാനേജർ കുഡ് നോട്ട് സീ അസ് അറ്റ് ദ മൊമെൻറ്റ്. മാനേജറെ കാണാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സെക്രട്ടറിയുടെ കുറച്ച് ലെറ്റേഴ്സ് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ആസ് ഹി വാസ് ഡിക്റ്റേറ്റിംഗ്. അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? പാസ്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ആസ് ഹി വാസ് ഡിക്റ്റേറ്റിംഗ്. പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി we were told that, ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. Then 10th one, when he took off his hat, I noticed that his hair dash grey within bracket go. ഹാറ്റ് എടുത്ത സമയത്ത് ഞാൻ എന്ത് ശ്രദ്ധിച്ചു? ഹിസ് ഹെയർ ഡാഷ് ഗ്രേ, ഹെയർ നരക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് നരച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ
ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ്. ഹെയർ വാസ് ഗോയിങ് ടു ഗ്രോ എന്ന് പറയില്ല, മുടി നരക്കാൻ പോവുകയാണെന്ന് പറയില്ല, ഏകദേശം നരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോ എന്നുള്ളത് പ്രസൻറ്റ് ഫോമാണ്, വെർബ് 1 ആണ്. സോ ഹിയർ വി യൂസ് ദ വെർബ് ടു, വെൻറ്റ്. Then 11th one, my sister dashed quite a lot of money for that picture. My sister quite a lot of money for that picture. ആ പിക്ചറിന് കുറച്ച് കൂടുതൽ പൈസയാണ് കൊടുത്തത്. വിതിൻ ബ്രാക്കറ്റ് നമുക്ക് തന്നിരിക്കുന്നത് പേ എന്നാണ്. പേയിൻ്റെ വേർബ് ടു എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. കൊടുത്തു, പെയ്ഡ് വേർബ് ടു. ദെൻ അഗെയിൻ വേർബ് 3യും പെയ്ഡ് എന്ന് തന്നെയാണ്. Then next one, 12th one, at one time it dashed several weeks to get from Britain to America by sea. At one time it took several weeks. അതായത് ഒരു കാലത്ത് ബ്രിട്ടൻ അമേരിക്കയിൽ എത്താൻ ആഴ്ചകൾ എടുത്തിരുന്നു. അപ്പം ടേക്ക് എന്നാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന വേർബ് അവിടെ കൊടുത്തിരിക്കുന്ന വേർബ്, ദാറ്റ് ഈസ് ടേക്ക്. Verb given here is take. Then its past form is took. എന്നുള്ളതാണ് ഇതിൻ്റെ past form. Then 11th one നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ടേക്ക് എന്നുള്ളത് took ആണ്. Then a schoolboy dashed a purse full of money lying in the gutter. A schoolboy find എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ള വേർബ്. അപ്പോൾ ഗട്ടറിൽ കിടക്കുന്നത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ ഫൗണ്ട് എന്നായി. വാസ് ഫൈൻഡിങ് അവിടെ കൊടുത്താൽ മീനിങ് ശരിയാവില്ല. അവൻ ഗട്ടറിൽ കിടക്കുന്ന ഒരു പേഴ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നായി വരും. ഒരു ആക്ഷൻ കണ്ടിന്യൂ ആയി പോവും. പക്ഷെ ഇവിടെ കണ്ടെത്തി എന്നുള്ള അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഫൈൻഡിൻ്റെ സെക്കൻഡ് ഫോമാണ് ഫൗണ്ട്. ഫൗണ്ട്. സെക്കൻഡ് ഫോം ഇൻ ദ സെൻസ് വേർബ് ടു. ഫൈൻഡ്, ഫൗണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പ്രോഗ്രസീവും ക്ലിയർ ആയെന്ന് ആൻഡ് ഐ ബിലീവ് സോ. ദെൻ next we are moving on to the next section, that is two more example is given here. ടെക്സ്റ്റിലുണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല. we dash someone opening the gate. എന്നുള്ളതാണ് സെൻറ്റൻസ്. അതിന് കൊടുത്തിരിക്കുന്ന വേർഡ് ഹിയർ എന്നാണ്. വേർബ് ഗിവൺ ഹിയർ ഇസ് ഹിയർ. അതുകൊണ്ട് ആരോ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടു. അപ്പോൾ വി ഹേർഡ്. ഹിയർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹേർഡ്. ഹിയർ വേർബ് 1. ഇറ്റ്സ് പാസ്റ്റ് ഫോം ഇസ് ഹേർഡ്. HEARD. ഹേർഡ്. ഓക്കെ. Then when we dash, he dashed the lawn. He dashed the lawn. Two blanks are there. One verb is arrive and other verb is now. When we arrived, he ഡാഷ് ദ ലോൺ. അത് തന്നിരിക്കുന്ന ഓപ്ഷൻസ്, തന്നിരിക്കുന്ന വേർബിൽ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അറൈവും നൗ ദ ലേൺ. നൗ എന്നുള്ളത് ഒരിക്കലും ഒരു വേർബ് ഫോം അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൗ എന്നുള്ളതിനെ ഏത് രൂപത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, വെൻ വി അറൈവ്ഡ് ഹി വാസ് ഇൻ ദ ലോൺ, അങ്ങനെ നമുക്ക് പറയാം. അപ്പം നൗ എന്നുള്ളത് അവിടെ തെറ്റാണ്. ആ ഒരു സെൻറ്റൻസിൽ നൗ എന്ന യൂസ് കറക്റ്റ് അല്ല. വെൻ ഹി വാസ് ഇൻ ദ ലോൺ പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മൾ ഈ
സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പ്രോഗ്രസീവിന് നമ്മളിവിടെ തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്. ഇതൊക്കെ ഇനിയും വരും. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത്. നമ്മൾ എന്നത്തേക്കും വേണ്ടി പഠിക്കുന്ന ഒന്നാവണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സ്ട്രക്ചറും ഇതിൻ്റെ യൂസും ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു മറവി ഉണ്ടാവില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ടെൻസിലോട്ടാണ്. പെർഫെക്റ്റ് ടെൻസ് ഓൾറെഡി ഞാൻ ഇവിടെ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടേബിളിൽ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ടെൻസ് ഹിയർ ഇറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ he has written a novel. He has written a novel. He has written a novel. ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ദെൻ 2 ഓക്സിലറി വേർബ്സ് ആണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത് 2 ഓക്സിലറി വേർബാണ്. വൺ ഈസ് ഹാസ് ആൻഡ് അതർ വൺ ഈസ് ഹാവ്. ഓക്കെ, ഹാസ് ഹാവ് പ്ലസ് V3. നമ്മുടെ സെൻറ്റൻസിൽ ഹാസോ ഹാവോ, ഹാസ് ഹാവ് എന്ന 2 ഓക്സിലറി വേർബ് യൂസ് ചെയ്തോ അതിനുശേഷം എന്ത് മാത്രമേ വരികയുള്ളൂ? വെർബ് 3 മാത്രമേ വരുള്ളൂ. ഓൺലി വെർബ് 3 ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഹാസ് ഓർ ഹാവ്. ഓക്കെ, അതിനുശേഷം വേറൊരു വേർബ് ഫോംസ് നമ്മൾ യൂസ് ചെയ്യില്ല. ഓൺലി വെർബ് 3. അതുകൊണ്ടാണ് റൈറ്റിൻ്റെ ഹിയർ വി യൂസ് ദ തേർഡ് ഫോം ഓഫ് റൈറ്റ്, റിട്ടൺ. ഹി ഹാസ് റിട്ടൺ എ novel. Present perfect tense. He has written a novel. ഇനി അതേപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പം വരുന്ന മാറ്റം. പാസ്റ്റ് പെർഫെക്റ്റിൽ ഒരു ചെറിയ സ്ലൈറ്റ് ചേഞ്ച് ചെയ്യുള്ളൂ. ഹാസ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഹാഡ് ആയിട്ട് മാറി. അപ്പോൾ ഹാസ് ഹാവ്, ഹാസ് വി യൂസ് വിത്ത് സിംഗുലർ നൗൺ. ഹാസ് നമ്മൾ ഉപയോഗിക്കുന്നത് വെറും സിംഗുലർ നൗണിൻ്റെ കൂടെയാണ്. ഹാസ് സിംഗുലറിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ഹാസ് ഉപയോഗിക്കൂ. അതായത് ഹീ, ഷീ, ഇറ്റ്, അതുപോലെ ബാക്കി സിംഗുലർ ആയിട്ടുള്ള എല്ലാ നൗണിൻ്റെ ഒരാളെ പേരാണോ അല്ലെങ്കിൽ വല്ല ആനിമൽസിൻ്റെ പേരോ പ്ലാന്റ്സിൻ്റെ പേരോ, അങ്ങനെ സിംഗുലർ ആയിട്ടുള്ള ഏത് നൗണിൻ്റെ കൂടെയും നമ്മൾ ഹാസ് ഉപയോഗിക്കും. പ്ലൂരൽ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ ഹാവും, അതിൻ്റെ കൂടെ ഐ കൂടെ വരുന്നുണ്ട്. ഐ യു, നീ, ഞാൻ എന്നൊക്കെ പറയുന്നത് മീനിങ്ങിൽ ഒരാളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നമ്മൾ ഐ ഹാസ് എന്നോ യു ഹാസ് എന്നോ ഉപയോഗിക്കാറില്ല. ഐ ഹാവ്, യു ഹാവ് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറ്. യൂസ്വലി ഐ ഹാവ്, യു ഹാവ്. ആൻഡ് when we write the simple past perfect tense, there is only slight change from present perfect tense, that is in the auxiliary verb, in the case of auxiliary verb. So the common auxiliary form of has and have is had. രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ കോമൺ ഫോം ഓഫ് ബോത്ത് ഹാസ് ആൻഡ് ഹാവ്. ഹാഡ് ആണ്, ഹാസ് ആയിക്കോട്ടെ ഹാവ് ആയിക്കോട്ടെ ഹാഡ് ആണ്. അപ്പം അതുകൊണ്ട് ഹാഡ് എന്നുള്ളതിന് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നില്ല. വി ക്യാൻ യൂസ് ഹാഡ് വിത്ത് ബോത്ത് സിംഗുലർ ആൻഡ് ബോത്ത് പ്ലൂരൽ സബ്ജക്റ്റ്. അപ്പോൾ അവിടെ കൺഫ്യൂഷനൊന്നുമില്ല. ഇനിയിപ്പോൾ ഐ ആണെങ്കിലും ഹാഡാണ്, ഹി ആണെങ്കിലും ഹാഡാണ്, ഷി ആയാലും ഹാഡാണ്, യു ആയാലും ഹാഡാണ്. സോ ദർ ഇസ് നോ കൺഫ്യൂഷൻ ഇൻ ഇറ്റ്. ഓക്കെ, അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും തമ്മിലുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എഴുതുന്നതിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു യൂസസ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ 2.4 ആക്ടിവിറ്റി 2.4 എടുക്കുക. അതിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നുണ്ട്. 2.4ലേക്ക് നോക്കാം. ഈ ഭാഗമൊക്കെ ഈ ആമ്, ഈ സുവാസ്, ആറ് വേറ്, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഏതിൻ്റെ കൂടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. മാറിപ്പോയാൽ നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ തെറ്റും. അപ്പോൾ അതിൻ്റെ മീനിങ് മാറും. എല്ലാത്തിലും ഒരു ചേഞ്ച് വരും. അതുകൊണ്ട് അത് മനസ്സിൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗങ്ങളിലേക്ക് പോവാണ്. ഇത് 2.4ലാണ് ദ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന ഭാഗം പറയുന്നുണ്ട്. ദ പെർഫെക്റ്റ് ടെൻസ്
made from the past participle of a verb preceded by the present tense of the auxiliary have. Past participle verb 3 is also called, verb 3നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് PPV എന്ന് ഞാൻ നിങ്ങളുടെ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് 3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ് PPV എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെയ്ഡ് അപ്പ് ഫ്രം ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് എ verb preceded by the present tense of the auxiliary have. അതായത് ഹാവിന് ശേഷം എന്ത് വരും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വരും. അങ്ങനെയാണിത് ഫോം ചെയ്യുന്നത്. ഐ ഹാവ് ഈറ്റൻ, ദേ ഹാവ് ഗോൺ is the tense that is used when we wish to express the idea that took place in the past or a situation that originated in the past is connected in some way with the present. നമുക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ യൂസ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് ഒരു സിറ്റുവേഷൻ that already happened in the past, but it is connected in present. happened in പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യമാണ്, ബട്ട് ഇറ്റ്സ് കണക്റ്റഡ് ഇൻ സം വേ വിത്ത് പ്രസൻറ്റ്. അത് ചിലപ്പം റീസെൻറ്റ് പാസ്റ്റ് വളരെ അടുത്ത് നടന്ന ഒരു സംഭവമായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ കൊടുത്തു, ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഡിന്നർ. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ്, നമ്മൾ ഇപ്പം ഫിനിഷ് ചെയ്തേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു മോർ ഡിസ്റ്റൻറ്റ് പാസ്റ്റ് ആവാം, കുറച്ച് മുന്നേ നടന്നതാവാം. അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പാസ്റ്റ് ആവാം, ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ഇടയിൽ എന്തെങ്കിലും സംഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീരീഡിനിടയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത സംഭവങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ പക്ഷേ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ആ സംഭവം ഓൾറെഡി ഹാപ്പഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് കണക്റ്റഡ് ഇൻ പ്രസൻറ്റ് സിറ്റുവേഷനുമായിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതെന്ത് ചെയ്തു? കംപ്ലീറ്റഡ് ചെയ്തു. കംപ്ലീറ്റഡ് ഇൻ ദി പ്രസൻറ്റ്. അത് കംപ്ലീറ്റഡ് ഇൻ ദി പ്രസൻറ്റിൽ കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷൻ ആയിരിക്കും അത്. ഐ ഹാവ് ഈറ്റൻ, നേരത്തെ കഴിച്ചു തുടങ്ങി. ഐ ഹാവ് ഈറ്റൻ മൈ ബ്രേക്ക്ഫാസ്റ്റ്. നേരത്തെ പാസ്റ്റിൽ അത് തുടങ്ങിക്കഴിഞ്ഞു, ബട്ട് നമ്മൾ ആ സംസാരിക്കുന്ന സമയത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാസ്റ്റിൽ തുടങ്ങി ആ കണക്ഷൻ വിത്ത് ദ പ്രസൻറ്റ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ച് യൂസസ് നോക്കാം. വൺ ഈസ് the continuative use. That means this states something that has been continuous from the past up to the present moment. Okay, the continuative use, കുറേ മുന്നേ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു this states something that has been continuous from the past. പാസ്റ്റിൽ തുടങ്ങി, നേരത്തെ പാസ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്, അത് അപ് ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ആ പ്രസൻറ്റ് മൊമെൻറ്റ് വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ആക്ഷൻസ് പറയണം. അതിൻ്റെ എക്സാമ്പിളാണ് കണ്ടിന്യൂറ്റീവ് യൂസ് എന്നുള്ളത്. അതിന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ്, we have known each other for past 10 years. We have known each other for past 10 years. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയും. കണ്ടിന്യൂറ്റീവ് യൂസ് എന്ന് പറയുന്നത് അതാണ്. കണ്ടിന്യൂറ്റീവ് യൂസ് പാസ്റ്റിലെ ഉള്ള ഒരു ആക്ഷനാണ്. അപ്പം അത് പ്രസൻറ്റിലും ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് കണ്ടിന്യൂറ്റീവ് യൂസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ്, വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ ദ പാസ്റ്റ് 10 years.
we have known. Have known കണ്ടോ, have known, have known. have എന്നുള്ളതിന് ശേഷം വി 3 ആണ് ഉപയോഗിച്ചത്. ഹാവ് നോൺ, വി 3. നോ, ന്യൂ, നോൺ, നോ, ന്യൂ, നോൺ. വി 3 നോക്കുക. നോ, verb 1, then new, verb 2, then verb 3, known. No, new, known. മൂന്നും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. Then we have lived in this house since 1952. 1952 മുതൽ ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഓർ ഹാവ് ബീൻ ലിവിങ്, ഞങ്ങളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് നെവർ ഡ്രങ്ക് ആൽക്കഹോളിക് ലിക്വർ. ഐ ഹാവ് നെവർ ഡ്രങ്ക്, ഞാൻ ഒരിക്കലും ആൽക്കഹോളിക് ലിക്വർ കഴിച്ചിട്ടില്ല. അത് പാസ്റ്റിലും കഴിച്ചിട്ടില്ല, ഈ സമയത്തും പ്രസൻറ്റിലും ഇത് കഴിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ആ ആക്ഷൻ സ്റ്റിൽ എക്സിസ്റ്റ്, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ഷനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഐ ഹാവ് നെവർ ഡ്രങ്ക് ആൽക്കഹോളിക് ലിക്വർ, ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല. അതായത് ഐ സ്റ്റിൽ ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോളിക് ലിക്വർ, അതായത് ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിക്കുന്നില്ല. അങ്ങനെ ഒരു മെൻഷനും കൂടെ അവിടെയുണ്ട്. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് 2 കാര്യങ്ങൾ, ടൈം റെഫറൻസ് ഉണ്ട്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റിലെ ടൈം റെഫറൻസ് എന്ന് പറയുന്ന 2 ഉണ്ട്. ടൈം റെഫറൻസ്, ടൈം റെഫറൻസ്, ദാറ്റ് ഈസ് സിൻസ്, ഫോർ, സിൻസ്, ഫോർ. ഇതാണ് ടൈം റെഫറൻസ്. അതായത് ഈ ടെൻസിൽ, പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 ടൈം പീരീഡാണ്. വൺ ഈസ് സിൻസ് ആൻഡ് അതർ വൺ ഈസ് ഫോർ. ഇനി സിൻസ് എന്നുള്ളത് പോയിൻ്റ് ഓഫ് ടൈം ആണ്. പോയിൻ്റ് ഓഫ് ടൈം, സിൻസ്. അതായത് ഒരു കറക്റ്റ് പോയിൻ്റ് ഉണ്ടാവും, നമുക്കത് പറയാം. സിൻസ് 9 AM, സിൻസ് 2005, അല്ലെങ്കിൽ സിൻസ് 9 AM. കറക്റ്റ് പോയിൻ്റ് ഓഫ് ടൈം അതിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പോഴാണ്, സിൻസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2005, അല്ലെങ്കിൽ ഐ ഹാവ് വർക്ക്ഡ് ഹിയർ സിൻസ് 2005, ഒരു 2005 മുതൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കറക്റ്റ് നമുക്കത് പറയാൻ പറ്റും. ദെൻ ഐ ഹാവ് വെയിറ്റഡ് ഹിയർ സിൻസ് 9 AM, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് 9 AM, 9 മണി മുതൽ ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതേ സമയം ഫോർ ഉപയോഗിക്കുമ്പോൾ അത് ഫോർ എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോയിൻ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് പീരീഡ് ഓഫ് ടൈം ആണ്. ഇറ്റ്സ് നോട്ട് പോയിൻ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് പീരീഡ് ഓഫ് ടൈം. ഫോർ, waiting for 1 hour. I have been waiting here for 1 hour. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കറക്റ്റ്. ഇപ്പോൾ 1 hour-ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഈ 1 hour രാവിലെ 1 hour ആണോ, വൈകിട്ട് 1 hour ആണോ, അതായത് ഏത് സമയം മുതൽ ഏത് സമയം വരെ 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് പീരീഡ് ഓഫ് ടൈം എന്നുള്ള മാറ്റം രണ്ടും തമ്മിൽ. സിൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിൻ്റ് ഓഫ് ടൈം ആൻഡ് ഫോർ എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ദീസ് ആർ ദ 2 ടൈം റെഫറൻസ് യൂസ് ഇൻ പെർഫെക്റ്റ് ടെൻസ്. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എടുക്കുമ്പോഴും കണ്ടിന്യൂസ് എടുക്കുമ്പോഴും യു ഷുഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. ദെൻ അനദർ യൂസ് ഈസ് inclusive use. Inclusive use. This represent a completed activity or occurrence falling within a period extending from some point of time in the past up to the present. Inclusive use. It's another use. അതായത് ഒരു പീരീഡ്, പാസ്റ്റിലെ ഒരു പീരീഡിൽ നടന്ന ഒരു സംഭവം കുറച്ച് കാലത്തേക്ക് അത്
നീണ്ടു നിന്ന എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന ഒരു സംഭവം. എന്നാൽ അത് ഇപ്പോൾ അപ് ടു ദ പാസ്റ്റ് അപ് ടു ദ പ്രസൻറ്റ് വരെ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഫാളിങ്, ആ സംഭവവുമായിട്ടുള്ള ഒരു റിലേഷൻ കണക്ഷൻ ഇപ്പോഴും പ്രസൻറ്റിലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് സെൻറ്റൻസ് പറയാൻ വേണ്ടിയിട്ട്, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് present perfect tense, that is the inclusive use. This represent a completed activity. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആണ്, ഓർ occurrence falling within a period. ഒരു പീരീഡിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എക്സ്റ്റെൻഡിങ് ഫ്രം സം പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് അപ് ടു ദി പ്രസൻറ്റ്. ഓക്കെ, ദെൻ അതിന് എക്സാമ്പിളാണ് ദേ ഹാവ് ബീൻ 2 മേജർ വാർസ് ഡ്യൂറിങ് ദ പ്രസൻറ്റ് സെഞ്ച്വറി. ഓക്കെ, ദർ ഹാവ് ബീൻ 2 മേജർ വാർസ്. അത് പ്രസൻറ്റ് സെഞ്ച്വറിയിൽ ഒരു 2 വാറുകൾ നടന്നിട്ടുണ്ട്. ഈ പീരീഡിൽ 2 വാർ, ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ പ്രസൻറ്റ് സെഞ്ച്വറിയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഫോളിങ് ഇപ്പോഴും ഉണ്ട്. ദെൻ മൈ ഫാദർ ഹാസ് സീൻ ദ നയാഗ്ര ഫാൾസ്. നയാഗ്ര ഫാൾസ് എൻ്റെ ഫാദർ കണ്ടിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ he has been a teacher, a sales representative, a bookseller, and now he's a journalist. ഒരു ടീച്ചർ ആയിരുന്നു, സെയിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, ബുക്ക് സെല്ലർ ആയിരുന്നു, and now he's a journalist. ഉണ്ട്, പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ പ്രസൻറ്റിൽ ഇപ്പോൾ അയാൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസ്, ദിസ് യൂസ് ഓഫ് ദ പെർഫെക്റ്റ് ഈസ് ഓഫൺ എംപ്ലോയ്ഡ്, പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്തിനാണ്? when you are speaking or writing about the career of a person who is still living. Okay, in order to express the career of a person or the job of a person and the person who is still living. Okay, in such cases, in order to express his career, how he began, what was his job first, then what he did next, and then what is now, ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ we use present perfect tense ഉപയോഗിക്കാറുണ്ട്. Then another one, the resultative use. Resultative use, another one is resultative. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും ഒരു റിസൾട്ട് ആയിരിക്കും. റിസൾട്ടേറ്റീവ് യൂസ്, എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നായിരിക്കും അത്. This represent an activity completed in the past. പാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റി ആവാം. അത് ചിലപ്പോൾ ഇത് റീസെൻറ്റ് പാസ്റ്റ് ആവും, വളരെ തൊട്ടടുത്ത സമയത്തായിരിക്കാം, അല്ലെങ്കിൽ മോർ റിമോട്ട്, അല്ലെങ്കിൽ കുറേ മുന്നേ ആയിരിക്കാം. ഇങ്ങനെയുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്. ഓക്കെ, ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്, ഞാൻ നേരത്തെ കഴിച്ചു എൻ്റെ ലഞ്ച്. അപ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ കഴിച്ചു, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഓൾറെഡി ഫിൽഡ് ആണ്, അപ്പോൾ അത് വീണ്ടും അത് പറയണ്ട. ദെൻ വി ഹാവ് ബോട്ട് എ ടെലിവിഷൻ സെറ്റ്. നമ്മളൊരു ടെലിവിഷൻ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നേരത്തെ വാങ്ങിച്ചു, പാസ്റ്റ് കുറച്ച് മുന്നേ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്? സോ വി നൗ ഹാവ് എ ടെലിവിഷൻ സെറ്റ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ടെലിവിഷൻ സെറ്റ് ഉണ്ട്. അതാണ് നമ്മൾ പാസ്റ്റിൽ ചെയ്ത ഒരു ആക്ഷൻ, അതിൻ്റെ മൂലമുണ്ടായിട്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടായിട്ടുള്ള ഇംപ്ലിക്കേഷൻ, അത് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡെഡ്യൂസിബിൾ ഫ്രം റിസൾട്ടിങ് സയൻസ് ഓർ എവിഡൻസ്. ഡെഡ്യൂസിബിൾ, നമ്മൾ എന്തെങ്കിലും ഒരു അടയാളമോ എവിഡൻസ് ഒക്കെ കണ്ടിട്ട് ഡെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഊഹിച്ചെടുക്കുമല്ലോ, ഗസ് ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും അടയാളം കാണുമ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഗസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളാണ് someone has dropped some crockery. someone has dropped some crockery. ആരോ ക്രോക്കറി ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? എന്ത് കണ്ടിട്ടാണ് അത് നമ്മൾ അങ്ങനെ ഗസ് ചെയ്തത്? ഹാവ് ജസ്റ്റ് ഹേർഡ് ദ ക്രാഷ്. ആ ക്രാഷ് സൗണ്ട് കേട്ടതുകൊണ്ടാണ് പാത്രം അവിടെ പൊട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. അതുപോലെ ഇറ്റ് ഹാഡ് റെയിൻഡ് ഡ്യൂറിങ് ദ നൈറ്റ്. പറയാൻ കാരണം രാവിലെ എന്ത് ചെയ്തിട്ടുണ്ട്? ദ എവിഡൻസ് ഈസ് ദെയർ, ദ ഗ്രൗണ്ട് ഈസ് വെറ്റ് ഇൻ ദ മോർണിംഗ്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഹാഡ് റെയിൻഡ്
in the last night. Okay. അപ്പോൾ എന്തെങ്കിലും സയൻസോ എവിഡൻസോ കണ്ടിട്ട് നമ്മൾ ഇന്നത് സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് ഡെഡ്യൂസ് ചെയ്യുന്നതെന്ന് ഗെസ് ചെയ്യുന്നതിനും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് വെച്ചിട്ടാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ദെൻ the prefect of experience. That means this states what had occurred or what has been the case. എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു കേസ്, വിതിൻ ദ സ്പീക്കേഴ്സ് ഓർ റൈറ്റേഴ്സ് എക്സ്പീരിയൻസ്. നമ്മൾ സംസാരിക്കുന്ന ആളുടെയോ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെയോ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്തായിരുന്നു കേസ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വി യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാവ് നോൺ ഇറ്റ് സ്നോ ഇൻ മേ. അതാരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. ഐ ഹാവ് നോൺ ഇറ്റ് സ്നോ. മേയിൽ സ്നോ ആണെന്ന് എനിക്കറിയാം. സംബഡി ഹാസ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഓക്കെ. ആൻഡ് ഐ ഹാവ് സീൻ മെനി എ പ്രോമിസിങ് കരിയർ റൂയിൻഡ് ബൈ ഡ്രിങ്ക്. ദറ്റ് ഓൾസോ വൺ സെഡ് ഇൻ വൺസ് എക്സ്പീരിയൻസ്. സ്പീക്കറുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. ഒരുപാട് ഡ്രിങ്കിങ് കാരണം നഷ്ടപ്പെട്ട തകർന്നു പോയ ഒരുപാട് കരിയറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വി യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ദെൻ അതുപോലെ ഐ സോ ദാറ്റ് ഫിലിം ലാസ്റ്റ് വീക്ക്. നോട്ട് ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് ഞാനൊരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിട്ട് പറയാം. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഇത്രയാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ യൂസ് മനസ്സിലായോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണിത്. Insert in the blank spaces in the sentences below the past or the perfect tense. Past അല്ല നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് യൂസ് ഓഫ് ദ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് ടെൻസിൻ്റെ കറക്റ്റ് ഉപയോഗം പറയാൻ വേണ്ടിയിട്ട് കൊടുത്ത ഭാഗമാണ്. അതിൽ ഉള്ള സെൻറ്റൻസ് ആണ് ഐ ഹാവ് ഹാഡ് മൈ ഡിന്നർ. ഐ ഹാവ് ഹാഡ് മൈ ഡിന്നർ ആൻ അവർ എഗോ. അത് ആക്ച്വലി അത് റോങ് യൂസേജ് ആണ്. ഐ ഹാവ് ഹാഡ് മൈ ഡിന്നർ ആൻ അവർ എഗോ എന്നുള്ളത് ഇറ്റ്സ് എ റോങ് യൂസേജ്. പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഐ ഹാഡ് മൈ ഡിന്നർ ആൻ അവർ എഗോ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് പാസ്റ്റ് പെർഫെക്റ്റ് കാണിക്കാനാണ് കേട്ടോ. അതല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ദെൻ ഈ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഉപയോഗങ്ങളാണ് പാസ്റ്റ് പെർഫെക്റ്റിനുള്ളത്. ദെൻ വി ഹാവ് ഹാഡ് എ വെരി എൻജോയബിൾ ഹോളിഡേ ലാസ്റ്റ് സമ്മർ. അപ്പോൾ അവിടെ ഹാവ് ഹാഡ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്ന് ഓക്സിലറി വേർബും ഒന്ന് മെയിൻ വേർബുമാണ് അവിടെ വരുന്നത്. ഹാവ് ഹാവ്ഡ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് ഓക്സിലറിയും മെയിൻ വേർബിൻ്റെയും ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ഹാഡ് എ വെരി എൻജോയബിൾ holiday last. Then I have had my bicycle repaired. It's wrong. Then its correct usage is I had my bicycle repaired എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ഉപയോഗം എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് I have so many interruptions this morning that I have done scarcely any work. Okay. But if you are speaking later in the same day, when the morning is a past period of time, we should say, I had so many interruptions this morning that I did scarcely any work. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസിനെ തന്നെ മോർണിംഗിൽ പറയാനും അത് കുറച്ച് കഴിഞ്ഞ് ആഫ്റ്റർനൂണിൽ പറയുമ്പോഴും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ മോർണിംഗിൽ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. ഐ ഹാവ് സോ മെനി ഇൻട്രപ്ഷൻസ് ദിസ് മോർണിംഗ് that I have done scarcely any work. മോർണിംഗിൽ കുറച്ച് ഇൻട്രപ്ഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു വർക്കും ചെയ്തില്ല എന്നുള്ളത്.
അത് കുറച്ച് കഴിഞ്ഞ് ആ പറഞ്ഞ ദിവസം തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ആഫ്റ്റർനൂൺ സെക്ഷനിലൊക്കെയാണ് നമ്മളത് പറയുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഐ ഹാഡ് സോ മെനി ഇൻട്രപ്ഷൻസ്, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഡിഡ് കേസിൽ ഇനി വർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. ദെൻ another one is, even if it is still morning, however, it does not necessarily follow that we should use the perfect. It depends on whether we feel that the fact we are relating has or has not some connection with the moment of speaking. Thus, if we were speaking immediately on our arrival at work, when the annoyance caused by traffic delays was fresh in our mind, we should probably say, എന്ത് പറയും? അങ്ങനെ ഒരു ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിൽ മോർണിംഗ് ആണ്, നമ്മൾ പലപ്പോഴും പെർഫെക്റ്റ് തന്നെ ഉപയോഗിക്കണം എന്നില്ല. നമ്മൾ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് അതിൻ്റെ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ ഏത് മൊമെൻറ്റിലാണോ സംസാരിക്കുന്ന മൊമെൻറ്റ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഹാസ് ആണോ ഹാവാണോ ഹാസ് നോട്ട് ആണോ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഫ് വി ആർ സ്പീക്കിംഗ് ഇമ്മീഡിയറ്റ്ലി ഓൺ അവർ അറൈവൽ അറ്റ് വർക്ക്, ഒരു വർക്കിന് എത്തിയതിന് ശേഷം, പെട്ടെന്ന് എത്തിച്ചേർന്നതിന് ശേഷം ഉള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ട്രാഫിക് ഡിലേയോ അങ്ങനെയൊക്കെ കാരണം നമ്മൾ വർക്കിന് ഡിലേ ആയി, അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രഷ് മൂഡൊക്കെ നമ്മൾ പോയി, അങ്ങനെ ഒരു കേസിൽ നമുക്ക് പറയാം, ഐ യൂഷ്വലി ഗെറ്റ് ഹിയർ ഇൻ അബൌട്ട് 35 മിനിറ്റ്സ്. സാധാരണ ഞാനിവിടെ ഏകദേശം 35 മിനിറ്റ് കൊണ്ട് എത്താറുണ്ട്. പക്ഷേ ഇറ്റ് ഹാസ് ടേക്കൺ മീ നിയർലി ആൻ അവർ ദിസ് മോർണിംഗ്. പക്ഷേ ഈ മോർണിംഗിൽ ഇറ്റ് ഹാസ് ടേക്കൺ അവിടെ കണ്ടോ, പ്രസൻറ്റ് പെർഫെക്റ്റ് അവിടെ ഉപയോഗിച്ചു. ഹാസ് ടേക്കൺ എടുക്കേണ്ടി വന്നു. എത്ര? ഒരു നിയർലി എന്നും 35 മിനിറ്റ്സ് എടുക്കേണ്ട ആൾ എന്ന് ഒരു അവർ എടുക്കേണ്ടി വന്നു, ഒരു മണിക്കൂർ എടുക്കേണ്ടി വന്നു. ഇറ്റ് ഹാസ് ടേക്കൺ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാറുണ്ട്. But later in the morning, when we are looking back at it and it has become something that belongs to the past, we should say, ഇത് സംഭവിച്ചു ഇങ്ങനെ, നമ്മൾ എത്താൻ 35 മിനിറ്റ്സ് ലേറ്റായി, അങ്ങനെ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടാണ് അവിടെ എത്തിയത്. അത് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ പറയുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഞാനിങ്ങനെ 35 മിനിറ്റ്സ് ലേറ്റായി, 1 അവർ എടുത്തിട്ടാണ് അവിടെ എത്തിയത് എന്ന് നമ്മൾ ആ സംഭവത്തിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഒരാളോട് പറയുന്നതെങ്കിൽ അത് നമുക്ക് ഏത് ഉപയോഗിക്കാം? അവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചും നമുക്ക് പറയാം. ഇറ്റ് ടുക്ക് മീ നിയർലി ആൻ അവർ ടു ഗെറ്റ് ഹിയർ ദിസ് മോർണിംഗ്. ഇറ്റ് ടുക്ക് മീ നിയർലി ആൻ അവർ. അതാണ്, നമുക്ക് ഒരു സെൻറ്റൻസിനെ തന്നെ ഡിഫറെൻറ്റ് ടെൻസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ സിറ്റുവേഷനും ആ പറയുന്ന മൊമെൻറ്റും ഏതാണെന്നും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഐ സോ യുവർ ഫ്രണ്ട് പീറ്റർ ടുഡേ. ഞാൻ ഇന്ന് നിൻ്റെ ഫ്രണ്ടിനെ കണ്ടു എന്ന്. അത് അല്ലെങ്കിൽ എങ്ങനെയും പറയാം, ഐ ഹാവ് സീൻ യുവർ ഫ്രണ്ട് പീറ്റർ ടുഡേ. നിൻ്റെ ഫ്രണ്ട് പീറ്ററിനെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പറയാം. ഇൻ ദ ഫോർമർ കേസ്, അത് രണ്ടും തമ്മിലുള്ളൊരു മാറ്റം ഒന്ന് നോക്കുക. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഐ സോ യുവർ ഫ്രണ്ട് പീറ്റർ ടുഡേ എന്ന് പറയുമ്പോഴും ഐ ഹാവ് സീൻ യുവർ ഫ്രണ്ട് പീറ്റർ ടുഡേ എന്ന് പറയുമ്പോഴും തമ്മിലുള്ള ഒരു മാറ്റം. ഇൻ ഫോമർ കേസ്, അതായത് ആദ്യത്തെ കേസിൽ ദ സ്പീക്കർ തിങ്സ് ഓഫ് ദ മീറ്റിംഗ് ആസ് ആൻ ഐസൊലേറ്റഡ് ഒക്യുറൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് സെവറൽ അവേഴ്സ് എഗോ. സ്പീക്കർ വിചാരിക്കുന്നത് ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട്, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഒറ്റപ്പെട്ട ഒരു സംഭവം, നടന്നൊരു സംഭവം, അത് ബിലോങ് ടു പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്നു. ഇൻ ദ ലേറ്റർ കേസ്, രണ്ടാമത്തെ സെൻറ്റൻസിൽ ഐ ഹാവ് സീൻ യുവർ ഫ്രണ്ട് പീറ്റർ ടുഡേ, he thinks of it as something that is included in and forms part of all that he has done that has happened to him in a day that is not yet ended. അതായത്
ആദ്യത്തെ സെൻറ്റൻസിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിൻ്റെ ഫ്രണ്ടിനെ കണ്ടു, അവിടെ ആ സംഭവം കഴിഞ്ഞു. അത് ആ ദിവസത്ത് എന്തോ ഒരു ഒറ്റപ്പെട്ട ഒരു ഐസൊലേറ്റഡ് ഒക്യുറൻസ്, ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് അതിനേക്കാളും സ്പെഷ്യലായിട്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് എന്ന രീതിയിൽ പറയുമ്പോഴാണ് ഈ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച് അവിടെ പറഞ്ഞത്. അതേസമയം മറ്റേ ഐ ഹാവ് സീൻ യുവർ ഫ്രണ്ട് പീറ്റർ ടുഡേ എന്ന് പറയുമ്പോൾ അന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. ഹി ഹാസ് ഡൺ മെനി തിങ്സ് ആൻഡ് ദാറ്റ് ഡേ ഈസ് നോട്ട് എൻഡഡ് ഓൾസോ. ആ ദിവസം കഴിഞ്ഞിട്ടുമില്ല. ആ ഒരു വിതിൻ എ ഡേ ഒരുപാട് ആക്ഷൻസ് നടന്നിട്ടുണ്ട്. അപ്പം അതിൽ നടന്ന വൺ ഓഫ് ദ ആക്ഷൻ ദാറ്റ് ഈസ് സീൻ യുവർ ഫ്രണ്ട് പീറ്റർ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ വരുന്ന വേറൊരു കേസാണ് ഐ ഹാവ് കം ടു ആസ്ക് യുവർ അഡ്വൈസ്. നിൻ്റെ അഡ്വൈസ് ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഐ ഹാവ് കം ടു ആസ്ക് യുവർ അഡ്വൈസ് ആൻഡ് ഐ കെയിം ടു ആസ്ക് യുവർ അഡ്വൈസ്. രണ്ടും തമ്മിലുള്ള ഒരു മാറ്റം മനസ്സിലായല്ലോ. ഞാൻ ഒന്ന് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിച്ചു, ഒന്ന് പാസ്റ്റിൽ ഉപയോഗിച്ചു. ഇനി അത് തമ്മിലുള്ള ഒരു മാറ്റം, the former would be used by a person immediately on his arrival. ആദ്യത്തേത് ഒരാൾ പെട്ടെന്ന്, ദ ഫോർമർ ആദ്യത്തെ സെൻറ്റൻസ്, അതായത് ഐ ഹാവ് കം ടു ആസ്ക് യുവർ അഡ്വൈസ് എന്നുള്ള സെൻറ്റൻസ് അത് പെട്ടെന്ന് പറയും, യൂസ്ഡ് ബൈ എ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ഓൺ ഹിസ് അറൈവൽ, പെട്ടെന്ന് ഒരാൾ എത്തിയതിന് ശേഷം പറഞ്ഞതാണ്. ടു അനൗൺസ് പർപ്പസ് ഓഫ് ഹിസ് വിസിറ്റ്. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ എത്തിയ ഉടനെ തന്നെ ഞാൻ നിൻ്റെ കുറച്ച് അഡ്വൈസിന് വേണ്ടി വന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വിസിറ്റിൻ്റെ പർപ്പസാണ് അവിടെ കാണിക്കുന്നത്. ഇറ്റ് മൈറ്റ് ഓൾസോ ബി യൂസ്ഡ് സം ടൈം ആഫ്റ്റർ ഹിസ് അറൈവൽ വെൻ ഫോളോയിങ് സം പ്രിലിമിനറി conversation he finally gets round to the real object of his visit. In that case he links his purpose with his presence in the room at the moment. But in such a situation he might also say I came to ask your advice. എത്തിയ ഉടനെ തന്നെ, ആ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പേർപ്പസ് ഈ അഡ്വൈസിന് വേണ്ടി മാത്രമാണെങ്കിൽ, അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ വന്നത് എൻ്റെ അഡ്വൈസിനാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. എന്നാൽ അതേസമയം നമ്മൾ വന്നു മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അതിനിടയ്ക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ മീൻസ് അയാൾ വിസിറ്റ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റ് പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേർപ്പസ് ആ മൊമെൻറ്റിൽ ആ സംസാരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഐ കെം ടു ആസ്ക് യുവർ അഡ്വൈസ് അങ്ങനെ പറയുന്നത്. എൻ്റെ അഡ്വൈസ് കേൾക്കാൻ കൂടി വന്നതാണ്. ഒരു കാഷ്വൽ ടോക്കിനിടയ്ക്കാണത് പറയുന്നത്. ആ കേസിൽ രണ്ടും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായോ? ഒന്ന് അത് എത്തിയ ഉടനെ തന്നെ അത് മാത്രമായിട്ട് പർപ്പസ് എങ്കിൽ ആ സമയത്ത് എത്തിയ ഉടനെ തന്നെ അത് പറയും, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചു. മറ്റേത് ഒരുപാട് ആക്ഷൻസ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ ഈ അഡ്വൈസിനും കൂടെ വന്നതാണ്. ആ ഒരു സെൻസിലാണ് ഐ കെയിം ടു ആസ്ക് യുവർ അഡ്വൈസ് എന്നുള്ളത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ I come to see Mr. Smith, but I understand that he is not here today. In more formal English, the simple form of the present tense is sometimes used instead of the perfect when the verb is followed by some expression denoting purpose. I come to ask your advice. I come to bury Caesar, not to praise him. ജൂലിയസ് സീസറിലെ വാക്കുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മറ്റ് കേസുകൾ ഉപയോഗിക്കുന്നത്, ഹാവ് യു ഹേർഡ് ദാറ്റ് ഷെയ്ല ഈസ് എൻഗേജ്ഡ് ടു ബി മാരീഡ്. Have you heard that Sheila is engaged to be married? We know that he sat for the examination, but we have not heard that he passed. We have not heard whether he passed expresses no opinion on the matter, but we know that he sat for the examination ഇരുന്നു എന്നുള്ളത് നമുക്കറിയാം. ബട്ട് വി ഹാവ് നോട്ട് ഹേർഡ് ദാറ്റ് ഹി പാസ്ഡ്. പക്ഷേ പാസ്സായി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ല. വി ഹാവ് നോട്ട് ഹേർഡ് എന്നുള്ളത് അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിച്ചു. ദാറ്റ് ഹി പാസ്ഡ് ഇംപ്ലൈസ് ദാറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഇൻഫർമേഷൻ വി അസ്യൂം ദാറ്റ് ഹി പ്രോബബ്ലി ഡിഡ് നോട്ട്. ഉണ്ടോ? ആ കേസ് മനസ്സിലായോ? അത് എക്സാമിന് ഇരുന്നോ എന്നുള്ളത് നമ്മൾ കേട്ടു, പക്ഷേ പാസ്സായി എന്നുള്ളത് കേട്ടിട്ടില്ല. അതായത്
ഒരു ആബ്സെൻസ്, വേറൊരു വിവരം കിട്ടാത്ത സ്ഥിതിക്ക്, വേറൊരു ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ഗെസ് ചെയ്യാണ് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, പാസ്സായിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു ഗെസ്സാണ്. ഓക്കെ, ആ കേസിലും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പം അതാണ് സിമ്പിൾ പാസ്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റും കുറച്ച് നമുക്ക് ഒരു കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ടെൻസ് ഫോംസ് ആണ്. ഒന്ന്, രണ്ടിലെയും ചെറിയ ചെറിയ സ്ലൈറ്റ് ചേഞ്ചസ് ആ സിറ്റുവേഷനിൽ വരും, അതിൻ്റെ മീനിങ്ങിൽ ചെറിയൊരു ചേഞ്ചസ് വരും, അത്രയും വരുന്നുള്ളൂ ഇതിൽ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെയും സ്ട്രക്ചർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇനിയും ഉണ്ട്. ഈ ചാപ്റ്ററിലെ സെക്ഷൻ തീർന്നിട്ടില്ല. ഇനി ഈ പാസ്റ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ഉണ്ട്, അത് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇനിയും ഒരു 2-3 പോർഷനും കൂടെ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ ടെൻസ് ഫോം പഠിക്കുമ്പോഴും ഒന്ന് പഠിക്കുമ്പോൾ മറ്റൊന്ന് മറക്കാൻ നിൽക്കരുത്. അപ്പോൾ ഓരോന്നും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിക്കുമ്പോൾ തന്നെ പാസ്റ്റ് പെർഫെക്റ്റും കൂടെ നോക്കുക. സിമ്പിൾ പ്രസൻറ്റ് പഠിക്കുമ്പോൾ തന്നെ സിമ്പിൾ പാസ്റ്റ് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് രണ്ടിലും തമ്മിലുള്ള ചേഞ്ച് മനസ്സിലാവുന്നത്. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ വേർബിൻ്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ ചേർക്കും. പക്ഷേ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ വേർബിൻ്റെ സെക്കൻഡ് ഫോം മാത്രമേ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സ്ലൈറ്റ് ചേഞ്ച് രണ്ടിലും വരുന്ന മാറ്റം. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസോ ഹാവോ ആണ് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അതേസമയം പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ഹാഡ് ഉപയോഗിക്കും. ആ ഒരു മാറ്റം മാത്രമേ രണ്ടിലും വരുന്നുള്ളൂ. ഇനി രണ്ടിലും ഉപയോഗിക്കുന്ന ടൈം റെഫറൻസ് പറഞ്ഞു, ഫോറും സിൻസും. ഫോർ എന്നുള്ളത് ഒരു പീരീഡ് ഓഫ് ടൈമിനെയാണ് കാണിക്കുന്നത്, സിൻസ് എന്നുള്ളത് പോയിൻ്റ് ഓഫ് ടൈമിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആ സ്ട്രക്ചറും പാറ്റേണും എപ്പോഴും എടുത്ത് നോക്കുക. ഓരോന്നിൻ്റെയും സ്ട്രക്ചർ നോക്കിയിട്ട് യു ജസ്റ്റ് ക്രിയേറ്റ് യുവർ ഓൺ സെൻറ്റൻസസ്. അതായിരിക്കും കൂടുതലുള്ളൂ. ഇപ്പോൾ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളത് മനസ്സിൽ നിൽക്കും. ഒരാൾ തന്ന സെൻറ്റൻസ് അതുപോലെ പഠിക്കുന്നതിൽ എത്രയോ ബെറ്ററാണ് നമ്മൾ ആ സ്ട്രക്ചർ നോക്കിയിട്ട് അതുപോലെ സെൻറ്റൻസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അത് ഏറ്റവും ഉപകാരമായിരിക്കും. അങ്ങനെ ചെയ്യാൻ നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യും. ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. Okay, so with this I am stopping today's class. Thank you all my students.